കൊച്ചി മഹാപഞ്ചായത്തിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എംപിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലെ നേതാക്കളും തരൂരിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ തരൂർ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നേതൃത്വത്തോടുള്ള അതൃപ്തി മൂലം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത കൊച്ചിയിലെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ വേദിയിലെ ഇരിപ്പിട ക്രമീകരണം, പ്രസംഗം വെട്ടിച്ചുരുക്കിയത് എന്നിവയിൽ തരൂരിന് കടുത്ത അതൃപ്തിയുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നിട്ടും തരൂരിന് വേദിയിൽ ഏറ്റവും അറ്റത്താണ് ഇരിപ്പിടം നൽകിയിരുന്നത്. പാർട്ടി പ്രോട്ടോകോൾ പാലിച്ചല്ല ക്രമീകരണമെന്നാണ് തരൂരിന്റെ നിലപാട്. പരിപാടിയിൽ രാഹുൽ ഗാന്ധി മാത്രമേ കൂടുതൽ നേരം സംസാരിക്കുകയുള്ളൂ, മറ്റുള്ളവർ വേഗത്തിൽ പ്രസംഗം അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് തരൂർ തന്റെ പ്രസംഗം ചുരുക്കിയെങ്കിലും പിന്നീട് മറ്റു പല നേതാക്കളും ദീർഘനേരം സംസാരിച്ചിരുന്നു. കൂടാതെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്ന പല നേതാക്കളുടെയും പേരുകൾ എടുത്തു പറഞ്ഞപ്പോഴും ശശി തരൂരിനെ പരാമർശിക്കാതിരുന്നതും അദ്ദേഹത്തെ വിഷമിപ്പിച്ചതായാണ് വിവരം. സീനിയോറിറ്റിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലുള്ള സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി തരൂരിന്റെ പേര് പരാമർശിക്കേണ്ടതായിരുന്നു എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തരൂരിന്റെ ജനപ്രീതി അവഗണിക്കാൻ പാർട്ടിക്ക് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാപഞ്ചായത്ത് ചടങ്ങിന് ശേഷം തനിക്ക് നേരിട്ട അവഗണനയിലെ അതൃപ്തി പാർട്ടിയിലെ ചില നേതാക്കളോട് തരൂർ അറിയിച്ചുവെന്നാണ് വിവരം. തന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് തരൂർ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തന്നെ മാറ്റി നിർത്തുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഒതുക്കി മാറ്റുമെന്നും തരൂർ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പാർലമെന്റിലെ ഇടപെടലുകളിലും വയനാട്ടിൽ നടന്ന കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തും തരൂർ പാർട്ടിയുമായുള്ള അകൽച്ച ഇല്ലാതാക്കിയിരുന്നു. ഇതിനിടെയാണ് മഹാപഞ്ചായത്തിലെ അവഗണന ഉണ്ടാകുന്നത്. ഹൈക്കമാൻഡിന്റെ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശശി തരൂർ കേരള സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.